എത്ര പാചക പ്രതിഭകളാണ് പ്രവാസ ലോകത്ത്. ദുബൈയിലും സൊഹാറിലും മസ്കത്തിലും രുചിപ്പെരുമയുടെ പോരാട്ടത്തിന് വേദിയൊരുക്കിയ മീഡിയ വൺ സ്റ്റാർ ഷെഫ് മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി. UAE-യിൽ ഇത് 3-ാം തവണയാണ് സ്റ്റാർ ഷെഫ് വേദിയിൽ പാചക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത്. ഒമാനിലെ മസ്കത്ത്, സൊഹാർ നഗരങ്ങൾ സ്റ്റാർ ഷെഫിൻ്റെ രുചിയും ആവേശവും അനുഭവിച്ചറിഞ്ഞത് ഇതാദ്യമായും. സ്റ്റാർ ഷെഫ് മത്സരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾക്ക് പുറമെ ദുബൈ മുഹസിന ലുലു വില്ലേജിൽ ഒരുക്കിയ വേദിയിൽ ജൂനിയർ ഷെഫ്, കേക്ക് ഡെക്കറേഷൻ മത്സരം, ഇതിനെല്ലാം പുറമെ ആവേശവും ആമാശയവും നിറയുന്ന പുട്ടുതീറ്റ മത്സരവും ഉണ്ടായിരുന്നു. ഓരോ സീസൺ പിന്നിടുമ്പോഴും UAE-യിലെ സ്റ്റാർ ഷെഫ് മത്സരത്തിൻ്റെ നിലവാരം പുതിയ ഉയരങ്ങൾ താണ്ടുകയാണെന്നാണ് വിധികർത്താക്കൾ പറയുന്നത്. ഫസ്റ്റ് സീസണിൽ നിന്ന് സെക്കൻഡ് സീസണിലെത്തിയപ്പോൾ നമ്മൾ ഭയങ്കര അത്ഭുതപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിലുള്ളൊരു മത്സരം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ വിധികർത്താവായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെവൽ UAE-യിൽ ഭക്ഷണത്തിൻ്റെ ഒരു സാമ്രാജ്യം തന്നെയുള്ളൊരു നഗരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതിൽ കുറച്ച് നമ്മൾ ഇനി പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരറിവാണ് ഈ സീസൺ 3 വന്നിട്ട് കണ്ടസ്റ്റൻസ് ചെയ്തു വെച്ചത്. ഒരു ഷെഫ് എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കുന്ന രീതിയിൽ ഓരോ വീട്ടമ്മമാർ ഇത്രയും ക്രിയേറ്റീവായിട്ട്, ഇത്രയും ഇന്നോവേറ്റീവായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിനെയൊക്കെ എങ്ങനെ യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത്തവണത്തെ മത്സരം. വൺ ഓഫ് ദ ടഫസ്റ്റ് ഈ ഒരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രൊഫഷണൽ ഷെഫിനെ വെല്ലുന്ന മാജിക് അതാണ് അവിടെ കണ്ടത്. അവസാനത്തെ 10 കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതിനകത്ത് 8 ഡിഷസും വാവായിരുന്നു. നമുക്ക് ഈ വായ്ക്കുള്ളിലൊരു സ്ഫോടനം ഉണ്ടാവും നമുക്കത് കിട്ടുമ്പോഴത്തേക്കും. അതൊരു 8 പേരിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആദ്യത്തെ റൗണ്ട് ആരെ എടുക്കുമെന്ന് കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഈ സ്റ്റാൻഡേർഡിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്തത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിരുന്നു. പ്രസൻറ്റേഷൻ, ഫുഡ്, ടേസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും ഷെഫ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ ടഫായിരുന്നു പരിപാടി. ഇനി അടുത്ത സീസണിൽ വീണ്ടും കാണാമെന്നുള്ള ഒരു ഇതിൽ ജഡ്ജസിന് പോലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഫുഡ് കോമ്പറ്റീഷനും കാര്യത്തിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ ടൈമിൽ പോലും നമ്മൾ ഇത്രയും പോലും ഇന്നോവേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ ടൈമിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പക്ഷേ നമ്മളെപ്പോലും കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ലെവലിൽ മൈന്യൂട്ടഡ് ആയിട്ടുള്ള ജസ്റ്റ് 0.5, 0.2% ആണ് ബാക്കിയുള്ള മാർക്സ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അല്ലാതെ പോയിട്ട് അത്ര ഡൗണോ അത്ര അടിക്കേറ്റൊന്നും ആയിട്ടല്ല വന്നത്. പക്ഷേ നമുക്ക് ഒരു കോമ്പറ്റീഷൻ തീർച്ചയായും നമ്മൾ അവരുടെയും കൂടെ അഡ്വൈസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത്. 2 പ്രാഥമിക ഘട്ട മത്സരങ്ങളിൽ നിന്ന് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർ തമ്മിലാണ് ലുലു വില്ലേജിൽ നടന്ന ഫൈനൽ റൗണ്ടിൽ മാറ്റുരച്ചത്. വിധികർത്താക്കൾ നൽകുന്ന മിസ്റ്ററി ബോക്സിൽ നിന്നുള്ള ചേരുവകൾ കൊണ്ടുവേണം വിഭവങ്ങൾ ഒരുക്കാൻ. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ ജേതാവിനെ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം നടന്ന ജൂനിയർ ഷെഫ് മത്സരത്തിൽ ഒന്നാമതെത്തിയത് സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുക്കപ്പെട്ട അമ്മാറ സിദ്ദീഖിന്റെ മകൻ അഹമ്മദ് യസാനായിരുന്നു. സ്റ്റാർ ഷെഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർ ഷെഫ് അവാർഡും ജൂനിയർ ഷെഫ് അവാർഡും ഒരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉമ്മയും മകനും. ഞാൻ ഒരു ഇറ്റാലിയൻ റിസോർട്ടോ എന്ന് പറഞ്ഞ ഫേമസ് ഒരു ഡിഷിന്, അതായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. അതിൻ്റെ മലയാളം വേർഷൻ, അതായത് നമ്മുടെ തനി നാടൻ കേരള ഡിഷ്, ഒരു പാസ്ത പോലെയുള്ള നമ്മളെ കപ്പയും അരിയും ഒക്കെ വെച്ചിട്ടും അതിൻ്റെ കൂടെ ചിരട്ടയിൽ ദമ്മിട്ടിട്ട് ഒരു ഡിഷായിരുന്നു ഉണ്ടാക്കിയത്. ഒരു സ്റ്റഫ് സ്പ്രിൻഡിൽ വിത്ത് കോക്കനട്ട് റാഞ്ച് ടോപ്ഡ് വിത്ത് സ്വീറ്റ് മാംഗോ ചട്നി. സ്റ്റാർ ഷെഫ് ഫൈനലിൽ VP ജസീന 2-ാം സ്ഥാനം നേടി. 3-ാം സ്ഥാനം അനീസ ജാഫറും ഉദയത്തും പങ്കിട്ടു. ജൂനിയർ ഷെഫിൽ അസീൻ ഫാത്തിമ സലാഹുദ്ദീൻ 2-ാം സ്ഥാനവും സെനിയ സാദ 3-ാം സ്ഥാനവും നേടി. ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന വിഷയത്തിൽ നടന്ന കേക്ക് ഡെക്കറേഷൻ മത്സരത്തിൽ തൃശൂർ സ്വദേശി ഫെമിന സുധീറിനാണ് 1-ാം സ്ഥാനം. ഞാനൊരു ഗാർഡൻ തന്നെ കൊണ്ടുവരാൻ നോക്കിയത്. അതിലൊരു സീറ്റിങ്ങും പിന്നെ അതുപോലെ ഫൗണ്ടൈനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഇനത്തിൽ തസ്നീം ബഷീർ 2-ാം സ്ഥാനവും ഫസീല നൌഷാദ് 3-ാം സ്ഥാനവും നേടി. ആവേശകരമായ പുട്ടുതീറ്റ മത്സരത്തിൽ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് സവാദ് ഒന്നാമതെത്തി.
നെല്ലറയുടെ സ്വർണ്ണ നാണയമായിരുന്നു സമ്മാനം. 4 കുറ്റി പുട്ട് ഫുള്ളായിട്ട് തിന്ന് കറക്റ്റ് നമുക്ക് 15 മിനിറ്റാണ് സമയം തന്നത്. പക്ഷേ നമ്മളൊരു 12 മിനിറ്റ് കൊണ്ട് എന്താക്കി 4 കുറ്റി ഫുള്ള് തിന്നിട്ട് നമ്മൾ നിന്ന്. നമുക്ക് 5ാമത്തെ കുറ്റി നമുക്ക് പൊളിക്കാന്ന്, പക്ഷേ അത് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അത് ഹോൾഡ് ചെയ്ത് വെച്ച്. പുട്ടടിയിൽ അജന്ത 2ാം സ്ഥാനവും ഫസീല 3ാം സ്ഥാനവും നേടി. പാചക മത്സരത്തിന്റെ ഇടവേളകൾക്ക് താളം പകർന്ന് അബുദാബി മെഹഫിൽ മുട്ടിപ്പാട്ട് സംഘം സ്റ്റാർ ഷെഫ് വേദി കീഴടക്കി. ദുബൈയിലെ രുചിമേളത്തിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒമാനിലെ മത്സരം. ആദ്യമായാണ് സുൽത്താനേറ്റിലേക്ക് സ്റ്റാർ ഷെഫ് എത്തുന്നത്. അതൊരു ഗംഭീര വരവായി മാറി. ആയിരക്കണക്കിന് എൻട്രികളിൽ നിന്ന് അവസാന ഘട്ടത്തിലേക്കെത്തിയ 50-ൽ പരം മത്സരാർത്ഥികൾ. ഒമാനിലെ ആദ്യ വേദിയായ സൊഹാർ ലുലുവിൽ കലാശപ്പോരിന് അടുപ്പൊരുക്കി. വിവിധയിനം രുചികൾ കൊണ്ട് പൊടിപാറിയ പോരാട്ടം. അവസാനം സൊഹാർ നഗരത്തിന്റെ സ്റ്റാർ ഷെഫായത് മുഹ്സിന അജ്മൽ. ഒന്നും പറയാനില്ല, ആകെ ഒരു എക്സൈറ്റ്മെന്റിലുള്ളത്. പക്ഷേ ഇത്രയും വലിയ ഷെഫുള്ള സാറിൻ്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു തരം സന്തോഷം. ഇതെനിക്ക് മുന്നേയും ലുലുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഷെഫുള്ള സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷം. സൊഹാറിനെ വെല്ലുന്ന പങ്കാളിത്തത്തിനാണ് റൂവി ലുലു സാക്ഷ്യം വഹിച്ചത്. കുട്ടികളുടെ വേദി കൂടിയായിരുന്നു ഒമാനിലെ സ്റ്റാർ ഷെഫ്. 100 കണക്കിന് മിടുക്കന്മാരും മിടുക്കികളും മത്സരിച്ചു വരച്ചത് മനോഹര കാഴ്ചയായി. പാടിയും ആടിയും അവർ മസ്കത്തിലെ രുചിയുടെ മാമാകത്തെ കളറാക്കി. വെരി നൈസ്, നല്ലുണ്ടായിരുന്നു. ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു. മസ്കത്തിലെ സ്റ്റാർ ഷെഫിലെ മറ്റൊരു ആകർഷണം കേക്ക് ഡെക്കറേഷനിൽ 1ാം സ്ഥാനം അടിച്ചെടുത്ത മത്സരാർത്ഥിയായിരുന്നു ഇറാൻ സ്വദേശിയായ അസദെ മലേക്കി. I'm really happy. I can't believe it. It was a very, very good competition and I really enjoy it. I want to say my thank you to the Lulu and you and the other participants. കണ്ണൂർ സ്വദേശിയായ റൽന മോനിസ് കണ്ണൂർ രുചിപ്പെരുമ പരിചയപ്പെടുത്തിയാണ് മസ്കത്തിന്റെ പാചകറാണിയായത്. വീറും വാശിയും നിറഞ്ഞ രുചിയുടെ പോരാട്ടം. പാട്ടും നൃത്തവും കളികളുമൊക്കെയായി സ്റ്റാർ ഷെഫിനെ സുൽത്താനേറ്റ് നെഞ്ചേറ്റിയ 2 ദിവസം. അടുത്ത സീസണായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഓരോരുത്തരും മീഡിയ 1 സ്റ്റാർ ഷെഫിന്റെ വേദിയിൽ നിന്ന് മടങ്ങിയത്. ഇനിയൊരു ഇടവേള.